നമസ്കാരം, ഇത് കലാകമൽ മഹൽ. പുതിയ ചരിത്രത്തെ സൃഷ്ടിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ചെറിയ ഒരു ചർച്ചയുമായിട്ടാണ് ഞങ്ങളിന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം അച്ഛനോട് ചോദിക്കുവാണ്. അച്ഛോ, ആദ്യം അച്ഛൻ മനോജ് കെ ജി എന്ന് പറയുന്ന പേരിലായിരുന്നു. അച്ഛൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിച്ച് അവർ പേരിട്ട് മനോജ് കെ ജി എന്ന് പറയുന്ന ആ പേരിൽ കുറേ നാളത്തെ സഞ്ചാരം, സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അച്ഛൻ നേരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മനോജ് കെ ജി എന്നൊരു പൊസിഷനിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ മനോജ് കെ ജി ആകുന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഫാദർ ഡോക്ടർ മനോജ് കെ ജി എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഇടക്കാലങ്ങളിൽ വളരെ വിവാദമുയർത്തിയ ശബരിമലയിലേക്ക് ആദ്യമായി സന്ദർശനത്തിനെത്തിയ പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു ലേബലിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2000-3000 വ്യക്തികളുടെ മനസ്സിനകത്തേക്ക് ഒരു ഗുരുസ്ഥാനത്ത് ചെന്ന് ഗുരു മനോജ് കെ ജി ആയിട്ടുള്ള അടുത്ത ജീവിത സഞ്ചാരം. അവിടെ നിന്നിട്ട് അച്ഛൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓദർ മനോജ് കെ ജി, അതായത് ദ ഗോസ്പൽ ഓഫ് മനോജ്, അതായത് മനോജിന്റെ സുവിശേഷം. ആ പുസ്തകം, ചരിത്ര പുസ്തകത്തിൽ കൂടി ഒരു ഓദർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അച്ഛനുണ്ടായ ഇൻസ്പിറേഷൻ? അതായത് ദ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന ബുക്ക് എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നാണ് കാര്യം. നമ്മൾ ഈ ലാസ്റ്റ് ടൈമിൽ കുറച്ച് നമ്മളെ എക്സൈറ്റഡ് ആയത് എന്താണ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, ലെനയുടെ, അതായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മളിപ്പം ഗോസ്പൽ ഓഫ് മാത്യു, ഗോസ്പൽ ഓഫ് മാർക്ക്, ഗോസ്പൽ ഓഫ് ലൂക്ക്, ജോൺ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ക്രിസ്ത്യാനികൾ പോലും വാ തുറന്ന് അതിശയിച്ചിരിക്കുന്ന തരത്തിൽ വീണ്ടും ഒരു സുവിശേഷം, മനോജിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു പുസ്തകം ഇറക്കുമ്പോൾ, അതും ക്രിസ്തീയ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ട് അതിൽ കൂടി ഇറങ്ങി സഞ്ചരിച്ച ഒരു പുസ്തകം ഇറക്കുമ്പോൾ അങ്ങനെ ഇറക്കാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ ആസ്വദിച്ച ഒരു വ്യക്തിക്ക്, വ്യക്തിപരമായി ദൈവത്തെ ആസ്വദിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിനകത്തുണ്ടാകുന്ന ദൈവിക ആസ്വാദനത്തിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടൊരു മുഖാന്തരം വേണം, ഒരു മീഡിയ വേണം. അപ്പോൾ പഴയ കാലങ്ങളിൽ വേറെ ഉപാധികളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് എഴുത്തുകളിലൂടെ മാത്രമേ മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ ആശയത്തെ കൈമാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു പഴയ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിനകത്ത് ഇപ്പോൾ ഖുറാനാണെന്നുണ്ടെങ്കിലും ബൈബിളാണെന്നുണ്ടെങ്കിലും വേദങ്ങളാണെന്നുണ്ടെങ്കിലും അവരനുഭവിച്ച ദൈവിക ആസ്വാദനത്തെ മറ്റുള്ളവരും കൂടെ അറിയട്ടെ, അവരും കൂടെ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് ലേഖനങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ അവർ പകർന്നു തന്നത്. പക്ഷേ ഈ കാലഘട്ടമായപ്പോൾ ഒരുപാട് ഉപാധികളുണ്ട്. എഴുത്തൊരു ഉപാധിയാണ്, ഓഡിയോ മറ്റൊരു ഉപാധിയാണ്, വീഡിയോ വേറൊരു ഉപാധിയാണ്. ഇങ്ങനെ പല മാധ്യമങ്ങളിലൂടെ, പല ഉപാധികളിലൂടെ ഈ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എഴുത്തുകൾക്കുള്ള ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ്, ആധികാരികതയോടുകൂടെ എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു ആധികാരികത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വേണം. അപ്പോൾ ഞാൻ അനുഭവിച്ച ആത്മീയ സത്യങ്ങളെ മറ്റുള്ളവരിലേക്ക് അറിയിക്കണം. ഒപ്പം തന്നെ ബൈബിളിലൂടെയും ഖുറാനിലൂടെയും വേദങ്ങളിലൂടെയൊക്കെ ഉള്ള സത്യങ്ങൾ മനസ്സിലായപ്പോൾ അതിനകത്തുള്ള അന്തസത്ത അല്ലെങ്കിൽ ആ സത്ത് എന്താണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. സോ ആ രീതിയിൽ എനിക്ക് പറയാനുള്ള ആത്മീക അനുഭവങ്ങളും ആത്മീയ ജ്ഞാനങ്ങളും ഞാൻ ഈ ഒരു ആധികാരികതയോടെ ഈ ഒരു ബുക്ക് വഴി ഷെയർ ചെയ്യുവാണ്. തീർച്ചയായിട്ടും ഈ ബുക്കിൽ മാത്രം അത് ഒതുങ്ങത്തില്ല. കാരണം ഈ തലമുറയിലുള്ള ആൾക്കാർ ബുക്ക് വായന കുറവാണ്. അപ്പോൾ ബുക്ക് ഇറക്കുന്നതോടൊപ്പം തന്നെ ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മറ്റുള്ള രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രം ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും വേദങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് എഴുതിയിരിക്കുന്നത് ഒരു സീക്രട്ട് ലാംഗ്വേജിലാണ്. ശരിക്കും പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ മറ്റൊരു പുറത്ത് വേറൊരു കാര്യം വെച്ചിട്ട് അതിലൂടെ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നുള്ള ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അകമേ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എഴുത്തുകളിൽ കാണത്തില്ല, ആശയങ്ങളിൽ അല്ലെങ്കിൽ ലിഖിതങ്ങളിൽ കാണത്തില്ല. അത് ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂല്യമുള്ള കാര്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യത്തെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം ആൾക്കാർ
അത് ശരിയായ രീതിയിൽ അവർ ഉൾക്കൊള്ളത്തില്ല. അപ്പം മറച്ച് വെച്ച് കഴിയുമ്പം അതിനുള്ളൊരു മൂല്യമുണ്ട്. അന്വേഷിച്ച് പോയി കണ്ടെത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ത്രില്ലുണ്ട്. ഈ ട്രഷർ ഹണ്ടൊക്കെ നടക്കുമ്പോൾ അവസാനം ആ ട്രഷർ ഹണ്ട് നടത്തിയിട്ട് ശരിക്കും അതിനെ കിട്ടുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്നൊരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അതിന് ആ ട്രഷർ ഹണ്ടിന് അത്രയും ആ ഗെയിമിന് അത്രയും പോപ്പുലാരിറ്റി വരാൻ കാര്യം അതാണ്. അതുകൊണ്ട് ഇങ്ങനെ മറച്ച് വയ്ക്കും. ട്രഷറായിട്ടുള്ള കാര്യങ്ങൾ, മൂല്യമുള്ള കാര്യങ്ങൾ, വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ മറച്ച് വയ്ക്കും. ആ രീതിയിലാണ് ഈ എഴുത്തുകളെല്ലാം, ആത്മീയ ഗ്രന്ഥങ്ങളെല്ലാം കിടക്കുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ആക്ഷരികമായ കാര്യങ്ങളെ എടുത്തുകൊണ്ട് മതത്തിനകത്ത് ചില പ്രസ്ഥാനങ്ങളുണ്ടാക്കി കാശുണ്ടാക്കാനും പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ മറ്റുള്ള രീതിയിൽ അതിനെ മാറ്റി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിയായിട്ടുള്ള സത്യം ജനങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾ സത്യം അറിയണമെന്നുള്ള മറ്റൊരു ഇൻറ്റൻഷൻ എനിക്കുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഞാൻ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഈ ആദ്യത്തെ പുസ്തകത്തിനകത്ത് ഏകദേശം ഒരു 40% മറച്ചു വെച്ച സത്യങ്ങളെ ഞാൻ വെളിയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ ബൈബിൾ വായിക്കുന്ന സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് കിട്ടത്തില്ല. കാരണം അവർക്ക് ആത്മീകമായ കാര്യങ്ങളെ വിവേചിക്കാനായിട്ടുള്ള കഴിവില്ല. കാരണം ബുദ്ധി കൊണ്ട് ഇത് കിട്ടത്തില്ല, യുക്തി കൊണ്ട് കിട്ടത്തില്ല. കാരണം ഇത് മറ്റൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആത്മീകമായിട്ടുള്ള വിവേചനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ. സോ അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അതാണ് എഴുതാനുള്ള രണ്ടാമത്തെ ഇൻറ്റൻഷൻ. ഇനി മൂന്നാമതൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, ഇന്ന് നമ്മളിരിക്കുന്ന ഇത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈബിളിനെ കേന്ദ്രീകരിച്ച് പറയാം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനകത്ത് 4 സുവിശേഷങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളെ എഴുതപ്പെട്ടിട്ടുള്ളോ? അല്ല, ഇനിയും സുവിശേഷങ്ങളുണ്ട്. നമ്മുടെ മഗ്ദലനക്കാരത്തി മറിയ എഴുതിയ സുവിശേഷമുണ്ട്, തോമസ് അപ്പോസ്തലൻ എഴുതിയ സുവിശേഷമുണ്ട്, ഇങ്ങനെ മറ്റുള്ള ശിഷ്യന്മാർ ഫിലിപ്പോസ് എഴുതിയ സുവിശേഷമുണ്ട്. ഇങ്ങനെയുള്ള മറ്റ് ശിഷ്യന്മാരുടെ സുവിശേഷങ്ങൾ ഉണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് ബൈബിളിൻ്റെ ഭാഗമായില്ല? എന്തുകൊണ്ട് ഈ 4 വ്യക്തികൾ? അതിൻ്റെ റീസൺ മതം നിലനിർത്താൻ വേണ്ടിയിട്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത പുസ്തകങ്ങൾ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ബൈബിൾ വെച്ചേക്കുന്നത്. ഈ 4 സുവിശേഷങ്ങൾ എഴുതിയ ഈ 4 വ്യക്തികൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നോ? പിന്നെ ഇതിനകത്ത് മത്തായി യേശുവിൻ്റെ ശിഷ്യനാണ്, യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യനാണ്, മർക്കോസും ലൂക്കോസും യേശുവിൻ്റെ ശിഷ്യനല്ല. ഒരാൾ പൗലോസിൻ്റെ ശിഷ്യനും ഒരാൾ പത്രോസിൻ്റെ ശിഷ്യനുമാണ്. അപ്പോൾ യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാരല്ലാത്ത ലൂക്കോസും മർക്കോസും എഴുതിയ സുവിശേഷം എങ്ങനെ ബൈബിളിൻ്റെ ഭാഗമായി? നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴത്തേക്ക് അതിനെ ഇന്നത്തെ മത നേതാക്കന്മാർ അതിനെ പറയുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം. അങ്ങനെ ആ വിശുദ്ധരായ വ്യക്തികൾ എഴുതിയ സുവിശേഷം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഇവരെങ്ങനെ വിശുദ്ധരായി? ആര് വിശുദ്ധരാക്കി? ദൈവം വിശുദ്ധരാക്കിയതാണോ അതോ മതം വിശുദ്ധരാക്കിയതാണോ? ദൈവം വിശുദ്ധരാക്കിയതാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ചില വ്യക്തികളെ ദൈവത്തിന് വിശുദ്ധരാക്കാൻ പാടില്ലേ? ഈ 4 വ്യക്തികൾ മാത്രമേ വിശുദ്ധരാകത്തുള്ളൂ? അല്ല. അപ്പോൾ ബൈബിൾ എഴുതാനായിട്ടുള്ള ഓതൻറ്റിസിറ്റി ഈ 4 വ്യക്തികൾക്കുമായിട്ട് ദൈവം പരിമിതിപ്പെടുത്തിയിട്ടില്ല. അപ്പം മഗ്ദലക്കാരത്തി മറിയയും വിശുദ്ധയാണ്, തോമസ് അപ്പോസ്തലനും വിശുദ്ധനാണ്. അവരുടെ സുവിശേഷം എന്തുകൊണ്ട് ബൈബിളിൻ്റെ ഭാഗമായില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു നിഗൂഢതയുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഈ 4 പേര്, ഇപ്പോൾ മതമാണ് ഇവരെ വിശുദ്ധരാക്കിയതെങ്കിൽ ഈ 4 പേരെ മാത്രമായിട്ട് മതം എന്തുകൊണ്ട് വിശുദ്ധരാക്കണം? എന്തുകൊണ്ട് തോമസ് അപ്പോസ്തലനെ വിശുദ്ധനാക്കിയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ബൈബിളിൻ്റെ ഭാഗമാക്കിയില്ല? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 4 വ്യക്തികൾക്കും സുവിശേഷം എഴുതാൻ അവകാശമുണ്ടെങ്കിൽ അതിൽ 2 പേർ യേശുവിൻ്റെ ശിഷ്യന്മാരല്ലാതിരുന്നിട്ടും അവരുടെ സുവിശേഷം ബൈബിളിനകത്ത് കൊണ്ടുവരാനായിട്ട് കഴിയുമെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അപ്പനായി കാണുന്ന, ദൈവത്തെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാലഘട്ടത്തിൽ സുവിശേഷം എഴുതാനായിട്ട് അവകാശമില്ലേ? അപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്, അവരെല്ലാം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവരന്ന് എഴുതി, എനിക്കിന്ന് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ലീഡിങ് അനുസരിച്ച്, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പ്രകാശം, വെളിച്ചമനുസരിച്ചാണ് ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ എഴുതുന്നത്.
അപ്പോൾ ഇതൊരിക്കലും ഇന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബൈബിളിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. കാരണം അത് തീരുമാനിക്കുന്ന മറ്റൊരു അതോറിറ്റിയാണ്. ഈവൻ തോമസിൻ്റെ സുവിശേഷം പോലും ഇതിനകത്ത് ഭാഗമാക്കാൻ അവർക്ക് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം ഇതിനകത്തൊരു ഭാഗമാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആശയങ്ങളെ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വെളിച്ചത്തെ പബ്ലിക്കിന് തുറന്നു കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഒന്നല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് എഴുതാനായിട്ട് മുതിർന്നത്. അപ്പോൾ ഗോസ്പൽ ഓഫ് മനോജ് വെളിച്ചത്ത് വരാനായിട്ട് ഇപ്പോൾ മാർച്ച് 8 എന്ന് പറയുന്ന ഒരു ഡേറ്റാണ് വെച്ചതെങ്കിലും ഇത് കഴിഞ്ഞ എൻ്റെ ഒരു 10 വർഷത്തിലധികമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നും, അനുഭവത്തിൽ നിന്നും, ആസ്വാദനത്തിൽ നിന്നും, ദൈവം തുറന്നു തന്ന വെളിച്ചത്തിൽ നിന്നുമാണ് ഈ പുസ്തകത്തെ ഞാൻ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഇൻറ്റൻഷനും എഴുതാനുള്ള കാരണങ്ങളും.